നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് ഞങ്ങൾക്കറിയാം, പക്ഷെ നിന്റെ ആ പണി ഇവിടെ നടക്കില്ല. നടക്കുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾക്കിപ്പോ എന്നോട് ഈ ചോദ്യം ചോദിക്കേണ്ടി വന്നത്. നീയും വിശ്വേട്ടനും തമ്മിൽ എന്താണ് ഇത്ര വലിയ ബന്ധം? അങ്ങനെ വഴിക്ക് വാ, ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു. വിശ്വനാഥ് സാർ എന്നെ കെട്ടാൻ പോവാ. അല്ല, എന്താ ആരും ഞെട്ടാത്തത്? ഓ, വിശ്വനാഥ സാർ ആരെ കെട്ടിയാലും നിങ്ങൾക്ക് എന്താ അല്ലേ? നിങ്ങളാ പാവം മനുഷ്യനെ എഴുതി തള്ളിയതല്ലേ? എന്ത് ചെയ്യാം, എനിക്ക് അങ്ങനെ ഒരു നീതികേട് കാണിക്കാൻ തോന്നുന്നില്ല. നീതികേട് കാണിക്കുന്നത് നീയല്ലേ? വിഷുവേട്ടൻ താലി കെട്ടി അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? ഇവരിവിടെ നോക്കി നിൽക്കുമ്പോ ഇവരുടെ മുഖത്ത് നോക്കി വൃത്തിയോട് പറയുന്ന എനിക്ക് എങ്ങനെ മനസ്സ് വന്നു? ഒരു പെണ്ണ് ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്നു എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ വൃത്തികേടാണോ? ഞങ്ങൾ തമ്മില് അവിഹിതം ഉണ്ടെന്നൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്. കല്യാണം കഴിക്കാൻ പോകുന്നല്ലേ? മറ്റൊരു പെണ്ണിന്റെ ഭർത്താവിനെ മാത്രം കിട്ടിയോളൂടി നിനക്ക് കല്യാണം കഴിക്കാൻ. അതെ, മറ്റൊരു പെണ്ണിന്റെ ഭർത്താവിനെ വേറൊരു പെണ്ണ് അടിച്ചുകൊണ്ട് പോകാതിരിക്കണമെങ്കിൽ അത് ആ മറ്റൊരു പെണ്ണു കൂടി വിചാരിക്കണം. കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ടോ രജിസ്റ്ററിൽ ഒപ്പിട്ടത് കൊണ്ടോ ആരും ആരുടെയും ഭാര്യയാകുന്നില്ല. ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് പെരുമാറുന്നവളാവണം ഭാര്യ. അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വില കൽപ്പിക്കുന്നവളാവണം ഭാര്യ. അവൾക്ക് കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. കണ്ണിലെ കൃഷ്ണമണി പോലെ ഭർത്താവിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഒരു ഭാര്യയാകാൻ എന്നെങ്കിലും അവൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കവളോട്. ഈ പറഞ്ഞതൊക്കെ ഭർത്താവിന് ബാധകോ? അങ്ങനെ ഒരു ഭർത്താവാകാൻ വിഷുവേട്ടന് ഇതുവരെ പറ്റിയിട്ടുണ്ടോ? എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദിയും ഇവൾ തന്നെയാണ്. ഞാനൊരു പുരുഷനാണ്. എനിക്കുമുണ്ട് മോഹങ്ങളും ദാഹങ്ങളും. എനിക്കുമുണ്ട് വികാരങ്ങളും വിചാരങ്ങളും. അതറിഞ്ഞ് പെരുമാറാത്ത ഒരു പെണ്ണിനെ ഒരു ഭാര്യയായിട്ട് അംഗീകരിക്കാൻ ഒരിക്കലും എനിക്ക് കഴിയില്ല. ഓ, ഇവൾ അറിഞ്ഞു പെരുമാറുന്നുണ്ടാവും അല്ലേ? അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. സ്വന്തം ഭർത്താവിനെ പടിയടച്ച് പിണ്ടം വെച്ച് 1500 കോടിയും കെട്ടിപ്പിടിച്ചിരിക്കുന്നവൾക്ക് അതറിയാനോ ചോദിക്കാനുള്ള അർഹതയില്ല. നിനക്കെന്നല്ല, ഈ വീട്ടിലെ ഒരു പെണ്ണിനും അതിനുള്ള അർഹതയില്ല. ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ ജീവിക്കും. എന്നെ തടയാമെന്ന ഞാൻ ആരാണെന്ന് നീയൊക്കെ അറിയും. ഭൂമിയോളമല്ല, പാതാളത്തോളം താണവനാ ഞാൻ. ഇനി താഴാൻ സ്ഥലവുമില്ല, എനിക്ക് സൗകര്യവുമില്ല. എന്നെ സ്നേഹിക്കുന്നത് ആരായാലും ഞാൻ അവരെ സ്നേഹിക്കും. എന്നെ വിശ്വസിക്കുന്നത് ആരായാലും ഞാൻ അവരെ വിശ്വസിക്കും. വിശ്വനാഥന് മാറാൻ മനസ്സില്ല. കാറും കോളും കാറ്റും മഴയുമൊന്നും വിശ്വനാഥനെ ഇതുവരെ വെല്ലുവിളിച്ചിട്ടില്ല. ഞാൻ അവരെ വെല്ലുവിളിച്ചിട്ടേ ഉള്ളൂ. പൊഴിമുറിഞ്ഞ് ഓരുവെള്ളം കയറി കാടാറുമാസം കായലും നാടാറുമാസം പുഞ്ചയുമായി കിടക്കുന്ന കുട്ടനാട്ടിലെ പാടത്ത് 2 വിരിപ്പ് കൃഷിയിറക്കി പൊന്നു വിളയിച്ചിട്ടുള്ളവനാണ് ഈ വിശ്വനാഥൻ. 12 മാസവും വെള്ളം കയറിക്കിടന്ന് വയറ്റിപ്പിഴപ്പ് മുടങ്ങിയപ്പോ കൊച്ചുവെള്ളം തുഴഞ്ഞ് കോട്ടയത്ത് പോയി ചെമ്മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു കൊണ്ടുവന്ന് മത്സ്യകൃഷി നടത്തി ലാഭം ചെയ്ത് കാണിച്ചു കൊടുത്തവനാണ് ഈ വിശ്വനാഥൻ. ആ വിശ്വനാഥനെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാമെന്ന് ഒരുത്തേയും വിചാരിക്കണ്ട. നിന്ന് തരാൻ ഇനി ഞാൻ തീരുമാനിച്ചിട്ടുമില്ല. ആണായിട്ട് ജനിച്ചവനാണ് ഞാൻ. ചാവുന്നതും ആണായിട്ട് തന്നെ മതി. നാഗവല്ലി, ഓ, മേലാകെ വല്ലാത്ത വേദനയാ. കുറച്ച് വെള്ളം ചൂടാക്ക്.
അയ്യോ ടീച്ചറെ, അയ്യോ ടീച്ചറെ, ടീച്ചറെ, അയ്യോ ശ്ശെ, ടീച്ചറെ, ടീച്ചറെ, ശ്ശെ, ടീച്ചറെ, ടീച്ചറെ, അയ്യേ. ടീച്ചറെ, ടീച്ചറെ, കണ്ണു തുറക്ക്. വൈദ്യുതി ആഘാതമേറ്റ് ബോധം പോയ വ്യക്തിക്ക് പ്രാഥമികമായി നമ്മൾ കൊടുക്കേണ്ട ചികിത്സ ശ്വാസം ക്രമപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി ആളിന്റെ നെഞ്ചിൽ കൈവച്ച് അത്യാവശ്യം ശക്തിയിൽ മുകളിലേക്കും താഴേക്കും അമർത്തുക. ഓഹ് ശടാ. ടീച്ചറെ, ടീച്ചറെ, അയ്യോ, അയ്യേ, ദൈവമേ, ഞാൻ എന്തുവാ കാണുന്നേ? ശ്ശേ. അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ അടുത്ത ഘട്ടം കൃത്രിമ ശ്വാസോച്ഛ്വാസമാണ്. വൈദ്യുതാഘാതം ഏറ്റ ആളിന്റെ മുഖത്തോട് നമ്മുടെ മുഖം അടുപ്പിച്ച് വെച്ച് വായിലേക്ക് ശ്വാസം ഊതിക്കയറ്റുന്ന പ്രക്രിയയാണ് അത്. ശ്ശേ. ഈശ്വരാ, ലിപ് ലോക്കോ? ഇതിങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. ചേച്ചി, ചേച്ചി, എന്താടി ചേച്ചി? എന്തു പറ്റി? അവിടെ 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 എന്താ? നീ കാര്യം പറ. ചേച്ചി, അവിടെ അവിടെ എന്തുവാടി? വാ വാ, കാണിച്ചു തരാം. വാ 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 ചേച്ചി. എന്തുവാ അങ്ങോട്ട്? അല്ല, ശ്വാസം കൊടുത്തത്. അയ്യോ, വീട്ടിൽ കയറി പോക്കത്തരം കാണിക്കുന്നോടി. ടീച്ചർ എന്തോ കാണിച്ചെന്ന്? ദേ, നിങ്ങൾ മിണ്ടി പോവരുത്. ഉമ്മ വെച്ച് കളിച്ചിട്ടൊന്നും കാണിച്ചില്ലേ? അയ്യേ, ഉമ്മയാ? ഞാൻ ടീച്ചർക്ക് കൃത്രിമ ശ്വാസം കൊടുത്തതാ. ഓ, കൃത്രിമ ശ്വാസം കൊടുക്കാൻ ഇവൾക്കെന്താ ശ്വാസം ഇല്ലേ? ശ്വാസം ഉണ്ടായിരുന്നത് പോയി. പോയോ? എങ്ങോട്ട് പോയി? അത് കറണ്ട് അടിച്ചപ്പോ പോയി. ഓ, അതിന് ഇവിടെ എവിടെയാ കറണ്ട്? ദാണ്ടാ, ദാ ഇതില് തൊട്ട് നോക്ക്. എടി, അങ്ങോട്ട് പോടി. അയ്യോ, അങ്ങോട്ട് അടങ്ങി നിക്ക്. സത്യം പറയടി, പറയാ ഇവിടെ എന്താ സംഭവിച്ചേ? അയ്യോ, ടീച്ചർ ഒന്നും ചെയ്യില്ല. ടീച്ചർ ചത്തുപോവും. പറയടി അങ്ങോട്ട്, പറയാൻ. അല്ലെങ്കിൽ തന്നെ കറണ്ടടിച്ച് ചാവാൻ പോയപ്പോ ഞാൻ കൃത്രിമ ശ്വാസം കൊടുത്തില്ല ജീവൻ കിട്ടിയത് തന്നെ. നിങ്ങളുടെ ഒരു കൃത്രിമ ശ്വാസം. ദേ, ഇനി ആ വാക്ക് ഈ വീട്ടിൽ മിണ്ടി പോവരുത്. തെമ്മാടിത്തരം കാണിച്ചതും പോരെ, പിന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു.